ഇങ്ങനെ ഒരു ഉൽപ്പന്നം ചെയ്തെടുക്കുന്ന എത്ര പേര് നേരിട്ട് കണ്ടിട്ടുണ്ട്. നല്ല പ്രയാസമുണ്ട് ഇത് ചെയ്തെടുക്കാൻ. അതുപോലെ നല്ല ശ്രദ്ധ കൊടുത്തിട്ട് ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാണ് ഇത് വരുന്നത്. കണ്ണേട്ടൻ്റെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ചിട്ട് നമ്മൾ പുതിയ തലമുറകൾ പലരും കാണാത്ത അറിയാത്ത ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് വരുന്നത്. ഒത്തിരി വലിയ വലിയ കമ്പനികളുടെയും ഫാക്ടറികളുടെയും ഒക്കെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വർക്കുകളും. അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ട ഒരു കാഴ്ച ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ്. കണ്ണേട്ടൻ്റെ മനസ്സിൽ വലിയ ഒരു ഫാക്ടറി തന്നെയാണിത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച് എന്നും നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ആളുകൾ ഇന്നും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാലത്ത് ഇതൊരു അത്യാവശ്യ ഘടകമായിരുന്നു ഓരോ വീട്ടിലും എന്ന് പറയുന്നത്. ഈരോലി ഉണ്ടല്ലോ, ഈരോലി എന്ന് പറയുന്ന സംഭവം നമ്മുടെ തലയിലുള്ള ഈര്, നമ്മൾ കണ്ണൂർ ഭാഷയിൽ ഈര് എന്ന് പറയുക. ആ ഈരിനെ എടുക്കുന്ന ഈരോലി എന്ന് പറയും. ഈരോലി ചീർപ്പ് എന്നൊക്കെ അതിന് പറയുന്നുണ്ട്. ഈ ഈരോലി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്കാണ് എത്തിക്കുന്നത്. ഇത് കണ്ണൂർ ജില്ലയിലാണുള്ളത്. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തായിട്ട് ചെറിയ ഒരു കുടിൽ പോലെ കെട്ടിയിട്ട് ആ ഒരു ചെറിയ ഒരു സ്പേസിൽ നിന്നാണ് കണ്ണേട്ടൻ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ച നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനൊരു ദിവസം ഇതിലെ പാസ് ചെയ്ത് പോകുന്ന സമയത്താണ് കണ്ണേട്ടനെ കണ്ടതും പരിചയപ്പെട്ടത്. കണ്ണേട്ടനോട് തന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. കണ്ണേട്ട നമസ്കാരമുണ്ട്. എവിടെയാണ് നിങ്ങൾ ശരിക്കും എവിടെ സ്ഥലം എന്ന് കണ്ടിട്ടുണ്ട്? കന്യാകുമാരി. കന്യാകുമാരി. അതാ നമ്മുടെ മലയാളം കറക്റ്റ് ആയിട്ടില്ല അല്ലേ? ഇവിടെ ഇപ്പം വന്നിട്ട് ഇപ്പം എത്ര വർഷമായി? 35 കൊല്ലമായി. 35 വർഷമായി. അത് ശരി. ആഹാ. 35 വർഷമായിട്ട് ഇവിടെ തന്നെയുള്ളത്? ബസ് സ്റ്റാൻഡ് അടുത്ത്, നമ്മുടെ കണ്ണൂർ ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെയുള്ളത്? ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഉണ്ടായിട്ടില്ല. എന്തിനാ ഇത് ചെയ്തെടുക്കുന്നത്? ഈ കവുങ്ങ് കൊണ്ടാക്കുന്നത്. കവുങ്ങാണ് ശരിക്കും ഇത്. ഇതിന്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഈരോലി എന്നല്ല നമ്മൾ പറയല്ലേ? ഈരോലി അല്ലാണ്ട് വേറെ പേര് പറയുന്നുണ്ടോ? വേറെ ഈരോലി ചീർപ്പ് എന്ന് പറയും. ഈരോലി ചീർപ്പ്. ഇത് കവുങ്ങ് നിങ്ങൾ തന്നെ വെട്ടിയിട്ട് കൊണ്ടുവരുന്നതാ? ഇതാരെ കൊണ്ടു തരുവോ? അല്ല, കൊണ്ടു തരുവില്ല. നമ്മളെ പോയി അവിടെ പോയി വാങ്ങണം. വാങ്ങിയിട്ട് അവർ മുറിച്ച് കൊടുക്കും. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. പീസ് പീസായിട്ടാണ് കൊണ്ടുവരുന്നത്? പീസായിട്ട് കൊണ്ടുവരും. ഓരോരോ കഷ്ണമായിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തെടുക്കും. ഒരു ദിവസം എത്ര എണ്ണം ചെയ്തെടുക്കൂ? ഒരു ദിവസം ഒരു 20-25 ആക്കാൻ പറ്റും. 20-25 ചെയ്തെടുക്കുന്നുണ്ട്. ആഹാ, നല്ല കഷ്ടപ്പാടല്ലേ? ഓക്കെ. അത് ഇത് ചെയ്തെടുക്കുന്ന എല്ലാം വാള് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അല്ലേ? വാൾ വെച്ച് നമ്മുടെ കൈവാളുണ്ട്, കൈവാൾ വെച്ച് കൈവാള് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാ പരിപാടിയും ഒറ്റയ്ക്ക് തന്നെയാണ്? ഈ സാധനം പോയി വാങ്ങിക്കുന്ന ഒക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാ? സഹായത്തിന് ആരും ഇല്ല? അത് ശരി. ഒരു ദിവസം എത്ര എണ്ണം വിറ്റ് പോകുന്നുണ്ട്? ചിലപ്പോൾ 10 എണ്ണം പോകും, ചിലപ്പോൾ 15 അങ്ങനെ പോകും. അത് ശരി. ബാക്കി വീഡിയോകൾക്ക് കൊടുക്കും, കടക്കാർക്ക് കൊണ്ടുപോകും. കടക്കാർ കൊണ്ടുപോകുന്നുണ്ടോ? എത്രയാണ് ഒരെണ്ണത്തിന് എത്രയാ റേറ്റ് വരുന്നത്? നമ്മളിപ്പോൾ ഇവിടെ വിൽക്കുന്നത് 80 രൂപയാണ്. 80 രൂപക്ക് അല്ലേ? ഒരെണ്ണത്തിനല്ലേ? ഒരെണ്ണത്തിന്. അപ്പോൾ നാട്ടിൽ ഫാമിലി ഒക്കെ ഇവിടെ തന്നെയാണോ ഉള്ളത്? ഫാമിലി എല്ലാം നാട്ടിലേ തന്നെ ഉള്ളു. എല്ലാവരും നാട്ടിലാണ് ഉള്ളത്. ഇവിടുന്ന് എപ്പോഴാണ് നാട്ടിലേക്ക് പോവാറ്? 3 മാസം 4 മാസം അങ്ങനെ കഴിഞ്ഞിട്ട് പോകും. എത്ര ദിവസം അവിടെ നിൽക്കൂ? അവിടെ ഒരാഴ്ച ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആ സമയത്ത് വർക്ക് ഉണ്ടാവില്ല? നിങ്ങൾ ഉണ്ടാവില്ല. എന്നാലും ആ സമയത്ത് ആവശ്യം ഉണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി അല്ലേ? കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. അവിടെ പരലശ്ശേരിയിൽ മാത്രമേ ഉണ്ടാവും, വേറെ എവിടെയും ഉണ്ടാവില്ല. എവിടെ? പെർലശ്ശേരി അമ്പലത്തിൽ. പെർലശ്ശേരി അമ്പലത്തിന്റെ അടുത്തായിട്ട് അവിടെ മാത്രം ഉണ്ടാവും. നിങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവിടെ? ഇവിടെ മാത്രമേ ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു 4 ആളുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ വന്ന് മേടിച്ച് കൊണ്ടുപോകും. ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ശരി. ഇത് വർക്ക് ഇത് ചെയ്തെടുക്കുന്ന കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ? ഉണ്ടാവും. മുന്നേ നിങ്ങളല്ലാണ്ട് വേറെ ആളുണ്ടായിരുന്നോ? വേറെ 4 ആളുണ്ടായിരുന്നു. 4 പേരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ നിർത്തിപ്പോയോ? അവരെല്ലാം നിർത്തി പണിയൊക്കെല്ലാം നിർത്തി. പണി നിർത്തിപ്പോയി. അതെന്തേ? ഇതിന്റെ കച്ചവടത്തിന്റെ ഇതാണല്ലോ, പണിയുടെ ഭയങ്കര ഇതാണ്, പണിയുടെ ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലേ? ഒരേ ഇരുത്താണ്. വയസ്സായി. ഓ, പ്രായമുള്ള ആൾക്കാരാണ്. അങ്ങനെ നിർത്തിയിട്ട് പോയതാണ്. ഇപ്പൊ ഈ ഒരു ഇത് ചെയ്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ? ഇപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ, കണ്ണൂര്. അത് ശരി. ഓക്കെ. എന്തായാലും സന്തോഷമുണ്ട് പരിചയപ്പെടാൻ പറ്റിയതിൽ. നടക്കട്ടെ, പണി നടക്കട്ടെ. നമ്മളെ പുതിയ തലമുറക്ക്, ന്യൂ ജനറേഷന് തീർച്ചയായിട്ടും ഈ ഒരു ഉൽപ്പന്നം കാണിച്ചു കൊടുക്കണം. ഈരോലി എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മളെ എല്ലാ വീട്ടിലും നിർബന്ധമായിട്ടും ഉണ്ടായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതല്ലേ, ഈരോലി എന്ന് പറയുന്നത്. അതെന്തായാലും കാണിച്ചു കൊടുക്കുക, നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ ഒരു ഉൽപ്പന്നം, ഈ ഒരു ഈരോലി എന്ന് പറയുന്നത് കണ്ണാടിന് എന്ത് പരിപാടി നിർത്തുന്നോ അതോടുകൂടി നമ്മൾ ഈ കണ്ണൂരുള്ള ഈ ഒരു ഈരോലി നിർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെയ്ത ആളുകളൊക്കെ ഇത് നിർത്തിക്കഴിഞ്ഞു, ഏജായിട്ട് വയസ്സായിട്ടൊക്കെ നിർത്തിക്കഴിഞ്ഞു. പുതിയ തലമുറ ഇതിലേക്ക് കടന്നു വന്നിട്ടുമില്ല. കാരണം ഇതിൻ്റെ വർക്ക് നിങ്ങളിപ്പോൾ കണ്ടല്ലോ, എത്രമാത്രം പ്രയാസമാണ് ഇത്
ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് ഓരോന്നും കൃത്യമായിട്ട് അത് ഈർന്ന് എടുത്താൽ മാത്രമേ അത് കറക്റ്റ് ആയിരിക്കണം. അത് ഒരെണ്ണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആയി പോവുകയും ചെയ്യും. അത്രയും ശ്രദ്ധയോടുകൂടി തന്നെ അത് ചെയ്തെടുക്കുകയും വേണം. പിന്നെ ഒരേ ഇരുന്ന് തന്നെയാണ് ഫുള്ള് കംപ്ലീറ്റ് വർക്ക് വരുന്നത്. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് പല ആളുകൾ ഇതിൽ കടന്നു വരാത്തത്. പഴയ ആളുകളൊക്കെ വയസ്സായിട്ട് പല ആളും നിർത്തി പോയിട്ടുമുണ്ട്. എത്ര വലിയ ടെക്നോളജി വന്നാലും ഇന്നും ഈ ഈരോലിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് ഞാനിവിടെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി പേര് വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലരും വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം വാങ്ങിക്കാൻ വന്ന ആളുകൾ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള രീതിയിൽ അത് ഒത്തിരി നല്ല രീതിയിൽ തന്നെ ആളുകൾ ഇന്ന് ഇത് ഉപയോഗിക്കുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈരോലി എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൂടുതലായിട്ടും എത്തിച്ചിട്ടുള്ളത് മെഷീൻസ് വെച്ച് ചെയ്തെടുക്കുന്ന ഒത്തിരി പ്രോഡക്റ്റുകളാണല്ലേ. ഇനി മുന്നോട്ടും കുറേ വീഡിയോസ് അതേപോലെ വരുന്നുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതും വളരെ വർഷങ്ങൾക്ക് മുന്നേ പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എത്തിച്ചുള്ളത്. കണ്ണേണ്ണ പോലെ ഇതേപോലെ ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അതിനുവേണ്ടി തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുള്ളത്. മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം പേരിലേക്ക് എത്തിക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോയോട് വെച്ച് നിർത്തുകയാണ്. ഓക്കെ, ബൈ.